Hello, Makle. നമ്മുടെ പ്ലസ് 1 സുവോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോർഡ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എക്സാമിന് നമുക്ക് ഷുവർ ആയിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു ടോപ്പിക്കാണ് ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് വേറെ ഒന്നുമില്ല, ടാക്സോണമിക്കൽ ഹയറാർക്കി. ടാക്സോണമിക്കൽ ഹയറാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാക്സോണമിക്കൽ കാറ്റഗറീസിനെ വലിയൊരു ലെവലിൽ നിന്നും ഏറ്റവും ചെറിയ ലെവലിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിനെയാണ് ടാക്സോണമിക്കൽ ഹയറാർക്കി എന്ന് പറയുന്നത്. സാധാരണ ചോദിക്കുക നിങ്ങൾക്ക് അസെൻഡിങ് ഓർഡർ ആയിരിക്കും, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള ഒരു ഓർഡർ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. സോ ടാക്സോണമിക്കൽ ഹയറാർക്കി എങ്ങനെയാണ് അടുക്കി വെക്കേണ്ടത് എന്ന് നമുക്ക് വേഗം ഒന്ന് നോക്കാം. സോ അതിനകത്ത് ഏറ്റവും വലിയ ടാക്സ, ഓരോ ലെവലുകളെയുമാണ് നമ്മൾ ടാക്സ എന്ന് വിളിക്കുന്നത്. ഏറ്റവും വലിയ ടാക്സ എന്ന് പറയുന്നത് കിങ്ഡം ആണ്, രാജാവ്. രാജ്യം അല്ലെ, രാജാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തോ. അപ്പൊ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? കിങ്ഡം ആയിരിക്കും. അതിന് തൊട്ട് താഴെ വരുന്നത് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ ആണ്. ഫൈലം എന്ന് പറയുന്നത് ആനിമൽസിന് വേണ്ടിയിട്ടും ഡിവിഷൻ ആക്ച്വലി പ്ലാന്റ്സിന് വേണ്ടിയിട്ടുമാണ്. സോ അതുകൊണ്ടാണ് അവിടെ ഒരു ഓർ ഇട്ട് നമ്മൾ ഇടുന്നത്, ഫൈലം ഓർ ഡിവിഷൻ. അത് കഴിഞ്ഞ് തൊട്ട് താഴെ വരുന്നത് ക്ലാസ് ആണ്, അത് കഴിഞ്ഞ് ഓർഡർ, then family, then genus and last one is species. അപ്പൊ ഈ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ടുള്ള, ഏറ്റവും ചെറിയ ബേസിക് ആയിട്ടുള്ള, ഏറ്റവും സ്മോളസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ടാക്സ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആരായിരിക്കും? ഏറ്റവും താഴെ കിടക്കുന്നവരായിരിക്കും അല്ലെ? അതെ, നമ്മുടെ സ്പീഷീസ് ആണ്. അപ്പൊ ഏറ്റവും ചെറിയ ടാക്സ എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, the basic unit of taxonomy. Basic unit എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഈസ് സ്പീഷീസ്. ഓക്കെ, ദ ബേസിക് യൂണിറ്റ് ഓഫ് ടാക്സോണമി ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഏതായിരിക്കും? സ്പീഷീസ് ആയിരിക്കും. എന്നാൽ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ടാക്സോണമി? ടാക്സോണമിയുടെ യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ അത് ഓരോ ലെവലുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ടാക്സോൺ. ഓരോ ലെവലുകളെയും നമ്മൾ ടാക്സോൺ എന്നാണ് വിളിക്കുന്നത്. സോ യൂണിറ്റ് അല്ലെങ്കിൽ ടാക്സ എന്ന് നിങ്ങൾക്ക് ആൻസർ എഴുതാം. ടാക്സ, ഓക്കെ, ടാക്സ ഓർ ടാക്സോൺ. അപ്പൊ യൂണിറ്റ് ഓഫ് ടാക്സോണമി ചോദിച്ചാൽ ടാക്സോൺ അല്ലെങ്കിൽ ടാക്സ എന്നാണ്. എന്നാൽ ബേസിക് യൂണിറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ആൻസർ സ്പീഷീസ് എന്നാണ്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ദിസ് ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് പഠിക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, പറഞ്ഞു തരട്ടെ. ചിലപ്പോൾ പലർക്കും അറിയായിരിക്കും. അത് വേറെ ഒന്നുമല്ല, ദാറ്റ് ഈസ് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതാണല്ലോ ഓർഡർ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ. അപ്പൊ ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോഡാണ് KPC ഓഫ് GS. ഓക്കെ, KPC ഓഫ് GS. അപ്പൊ K എന്ന് വെച്ചാൽ കിങ്ഡം, P എന്ന് വെച്ചാൽ ഫൈലം ഓർ ഡിവിഷൻ, C ക്ലാസ്, O ഓർഡർ, F ഫാമിലി, ദെൻ ജീനസും സ്പീഷീസും. അപ്പൊ ഈ ഒരു കോഡ് വെച്ച് നിങ്ങൾക്ക് ആ കറക്റ്റ് ടാക്സോണമിക്കൽ ഹയറാർക്കി മുഴുവനും ഓർഡർ തെറ്റാതെ പഠിച്ചു വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇത് കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ, ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ആണ് ചോദിക്കുക. 99% അസെൻഡിങ് ഓർഡർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആരോ മാർക്ക് ഇടേണ്ടത് ജീനസ്, സ്പീഷീസിൽ നിന്നും കിങ്ഡത്തിലേക്കാണ് ആരോ മാർക്ക് ഇടേണ്ടത്. എങ്ങനെ ചോദിക്കുമ്പോൾ? അസെൻഡിങ് ഓർഡറിൽ ചോദിക്കുമ്പോൾ മോസ്റ്റ്ലി നിങ്ങൾക്ക് അസെൻഡിങ് ഓർഡർ തന്നെയായിരിക്കും ചോദിക്കുക. ഡിസെൻഡിങ് ചോദിച്ചാൽ ആരോ മാർക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഉറപ്പുവരുത്താൻ, നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിച്ച് ക്ലിയർ ആക്കി എന്ന് ഉറപ്പുവരുത്താൻ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വിച്ച് ഹയറാർക്കിക്കൽ അറേഞ്ച്മെന്റ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഇൻ കേസ് ഓഫ് ആനിമൽസ് ഈസ് ട്രൂ? ഇവിടെ ഡിസെൻഡിങ് ഓർഡർ ആണ് ചോദ്യം. അത് കൃത്യമായിട്ടുള്ളത് ഏതിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേലാണോ? കിങ്ഡം കഴിഞ്ഞാൽ അടുത്ത ഓർഡർ ആണോ വരുന്നത്? അല്ല, തെറ്റ്. കിങ്ഡം കഴിഞ്ഞ അടുത്ത ഫൈലം ആണോ വരുന്നത്? അതെ. ഫൈലം കഴിഞ്ഞ് ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. സോ ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. ബാക്കിയെല്ലാം തെറ്റാണോ എന്ന് കൂടി ഒന്ന് ഉറപ്പ് വരുത്താം. കിങ്ഡം കഴിഞ്ഞ ക്ലാസ് അല്ല, കിങ്ഡം കഴിഞ്ഞ ഓർഡർ അല്ല. അപ്പോ ഉറപ്പായിട്ടും ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചെടുത്തിരിക്കുകയാണ് ആ ഒരു ഓർഡർ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, KPC ഓഫ് GS. അപ്പോൾ ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിക്കവാറും ഒരു 95% ഈ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, സോ വെൽ പ്രിപ്പയർ ആയിട്ട് പോകൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.